കറുപ്പും വെളുപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളം LDFിൻ്റെ 10ാം വർഷ ഭരണത്തിലേക്ക് കടന്നു. അടുത്ത ഏപ്രിൽ മെയ്യിൽ പുതിയ ഇലക്ഷൻ ഉണ്ടാവും, പുതിയ സർക്കാർ വരും. എല്ലാവരും രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്ന എല്ലാവരും വളരെ ആകാംക്ഷാകുലരായിരിക്കുന്ന മാസങ്ങളാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഒരു 7-8 മാസത്തിന് മുമ്പ് തന്നെ അതിനെ പറ്റിയിട്ടുള്ള ഫീൽഡ് സർവേകൾ പല പാർട്ടികളും പല ചാനലുകളും പല ഏജൻസികളും നടത്തി കഴിഞ്ഞു. രസകരമായിട്ട് വന്നത് കോൺഗ്രസ് ജയിക്കുമെന്നും അതിൽ ശശി തരൂരിനെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുന്നതെന്നും കാണിച്ച് ശ്രീ ശശി തരൂർ തന്നെ ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന ഒരു സർവേയാണ്. അതിൻ്റെ വാസ്തവങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല, എന്നാലും ഒരു സർവേ കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ ജോലിക്കും അടിസ്ഥാന യോഗ്യതയായിട്ട് +2 ആണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ +2 പാസ്സാകാൻ പറ്റാത്തവർക്ക് 6 മാസം കൊണ്ട് +2 എഴുതി പാസ്സാവും. കേരള ഗവൺമെൻറ്റും PSC അംഗീകരിച്ചാണ്. ഒറ്റ പരീക്ഷയുള്ളൂ. ഗ്രൂപ്പ് മാറ്റി എഴുതാം. എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ലാംഗ്വേജ് പോയിട്ട് ബാക്കി എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ഇംഗ്ലീഷ് നിർബന്ധമല്ല. ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് വേറൊരു സർവേ, RTV ചാനൽ എന്ന് പറയുന്ന ഹിന്ദി മീഡിയയിൽ വന്ന ഒരു കേരളത്തെ പറ്റിയിട്ടുള്ള ഒരു സർവേ റിപ്പോർട്ടാണ്. കേരളത്തിന് പുറത്ത് തന്നെ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി തുടങ്ങിയെന്ന് നിങ്ങളെ അറിയിക്കാനും കൂടെയാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അവർ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ആരൊക്കെയാണ് ഏതൊക്കെ നിയോജക മണ്ഡലങ്ങളിൽ ആരൊക്കെയാണെന്നല്ല, ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ പാർട്ടികൾക്ക് എത്രയൊക്കെ സീറ്റ് കിട്ടും എന്നുള്ള ഒരു വിശകലനമാണ് അവർ നടത്തിയിരിക്കുന്നത്. ഇത് ഇന്ന് ഇലക്ഷൻ നടക്കുകയാണെങ്കിലുള്ള ട്രെൻഡാണ്. ദിവസങ്ങൾ കഴിയുന്തോറും സംഭവവികാസങ്ങൾ മാറുന്തോറും ഇതൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. ആദ്യമായിട്ട് അവർ കിടക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ ആകെ ഉള്ളത് 5 സീറ്റാണ്. അതിൽ 4 സീറ്റ് UDFന് കിട്ടുമെന്നും 1 സീറ്റ് LDFന് കിട്ടുമെന്നും BJPക്ക് സീറ്റൊന്നും കിട്ടില്ല എന്നുമാണ് അവരുടെ അഭിപ്രായം. നമുക്കറിയാം, കാസർഗോഡ് ജില്ല BJPക്ക് വളരെ സ്വാധീനമുള്ളൊരു ജില്ലയാണ്. നമ്മുടെ കർണാടകവുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ജില്ലയാണ്. കഴിഞ്ഞ തവണ പല സീറ്റുകളിലും അവർ 2ാം സ്ഥാനത്തെത്തി, പക്ഷേ സീറ്റൊന്നും നേടാൻ സാധിച്ചില്ല. ഇത്തവണയും അവർ പലയിടത്തും 2ാം സ്ഥാനത്തെത്തും, പക്ഷേ സീറ്റൊന്നും നേടില്ല എന്നാണ് RTVയുടെ സർവേ പറയുന്നത്. അടുത്ത് നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലേക്കാണ്. കണ്ണൂർ ജില്ലയിൽ ആകെ ഉള്ളത് 11 സീറ്റുകളാണ്. അതിൽ നിങ്ങൾക്കറിയാം, LDFിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോട്ടകളിലൊന്നാണ് കണ്ണൂർ ജില്ല. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ 11-ൽ 8 സീറ്റും LDF മുന്നണിക്ക് കിട്ടും, 3 സീറ്റ് UDFന് കിട്ടും. BJPക്ക് കണ്ണൂർ ജില്ലയിലും സീറ്റൊന്നും കിട്ടാനുള്ള സാധ്യത ഈ സർവേ കാണുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ ആകെ 3 സീറ്റാണുള്ളത്. നിങ്ങൾക്കറിയാമെന്നുള്ള പോലെ വയനാട് കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്, കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ശക്തി കേന്ദ്രമാണ്. വയനാടുള്ള 3 സീറ്റും അവർ UDFനാണ് കാണുന്നത്. LDFനും BJPക്കും അക്കൗണ്ടൊന്നും തുറക്കാൻ ഈ ജില്ലകളിൽ സാധ്യതയില്ല എന്നാണ് അവരുടെ സ്റ്റഡി പറയുന്നത്. അടുത്ത നമ്മൾ മരുമോൻ്റെ ജില്ലയായ കോഴിക്കോട്ടേക്ക് കിടക്കാം. കോഴിക്കോടുള്ള 13 സീറ്റുകൾ 7 സീറ്റ് UDFനും 6 സീറ്റ് LDFനും BJPക്ക് വീണ്ടും ഇവിടെ സീറ്റുകളൊന്നും കാണുന്നില്ല. അടുത്ത് നമ്മൾ പോകുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ ആകെ ഉള്ളത് 16 സീറ്റുകളാണ്. അതിൽ 14 സീറ്റും ലീഗിന് മുൻതൂക്കമുള്ള UDFന് കിട്ടുമെന്നും 2 സീറ്റ് LDFന് കിട്ടുമെന്നാണ് ഈ ചാനൽ പ്രവചിച്ചിരിക്കുന്നത്. ഇവിടെയും BJPക്ക് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. അടുത്ത് നമ്മൾ വരുന്നത് വീണ്ടും ഒരു അതിർത്തി ജില്ലയായ പാലക്കാടാണ്. പാലക്കാട് ജില്ലയിൽ ആകെ ഉള്ളത് 12 സീറ്റുകളാണ്. 12 സീറ്റുകളിൽ 6 സീറ്റും UDF പിടിക്കുമെന്നും 5 സീറ്റ് LDF പിടിക്കുമെന്നും 1 സീറ്റ് BJP പിടിക്കും എന്നാണ് ഈ ചാനലിൻ്റെ കണക്കൂട്ടൽ. BJPക്ക് കാലാകാലങ്ങളായിട്ട് BJPയുടെ ആരംഭകാലം തൊട്ട് തന്നെ വളരെ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. കഴിഞ്ഞ തവണ തന്നെ ഈ ശ്രീധരൻ തോറ്റത് വളരെ നിസ്സാരമായ വോട്ടുകൾക്കാണ് തോറ്റത്. അപ്പോൾ പാലക്കാട് BJPയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. 1 സീറ്റ് പാലക്കാട് നിന്ന് കിട്ടുമെന്നാണ് ഈ ചാനൽ പ്രതീക്ഷിക്കുന്നത്. ആദ്യത്തെ സീറ്റ് അങ്ങനെ പാലക്കാടിനാണ് അവർ കണക്കാക്കിയിരിക്കുന്നത്. അടുത്തത് തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളുള്ളതിൽ അത് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലവും സുരേഷ് ഗോപി എടുത്ത മണ്ഡലവും. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ 13 സീറ്റിൽ കോൺഗ്രസിനും 7 സീറ്റുകളാണ് ഈ ചാനൽ പ്രവചിക്കുന്നത്. 4 സീറ്റുകൾ LDFനും 2 സീറ്റുകൾ BJPക്കും ഈ ചാനൽ മാറ്റിവെക്കുന്നു.
BJPക്ക് കഴിഞ്ഞ ഇലക്ഷനിൽ 6ഓളം സീറ്റുകളിൽ, പാർലമെൻറ്റ് ഇലക്ഷനിൽ 6ഓളം സീറ്റുകളിൽ 2ാം സ്ഥാനത്ത് വന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ എന്ന് നമ്മൾ ഓർക്കണം. അവിടെയാണ് 2 സീറ്റുകൾ BJPക്ക് മാറ്റിവെക്കുന്നത്. അടുത്തത് നമ്മുടെ എറണാകുളം ജില്ലയാണ്. തിരുവനന്തപുരത്തേതുപോലെ എറണാകുളത്തും 14 സീറ്റുകളാണുള്ളത്. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന് വളരെ മുൻതൂക്കമുള്ള ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. അങ്ങനെ 10 സീറ്റുകളും UDF നേടുമെന്നും 4 സീറ്റ് മാത്രം LDFന് കിട്ടും എന്നാണ് അവിടുത്തെ കണക്കുകൂട്ട്. കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ 2020 ഇഫക്റ്റിൽ പല മണ്ഡലങ്ങളിലെയും വോട്ടുകൾ ഭിന്നിച്ചു പോവുകയുണ്ട്. ഇത് UDFനും വരുത്തിയ നഷ്ടം വളരെ വലുതാണ്. കേരളത്തിൽ ഭരണം മാറുന്നതിന് തന്നെ കാരണമായ ഒരു ജില്ലയായിരുന്നു കഴിഞ്ഞ ഇലക്ഷനിലെ എറണാകുളം ജില്ലയിലെ പ്രകടനം. അടുത്ത് വരുന്നത് മലയോര ജില്ലയായ ഇടുക്കിയാണ്. ഇടുക്കിയിൽ ആകെ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റും UDFും 2 സീറ്റുകൾ LDFും കൊണ്ടുപോകുമെന്നാണ് ഇവരുടെ കണക്കൂട്ട്. നിങ്ങൾക്കറിയാം, കോൺഗ്രസിന് വളരെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ഇടുക്കി മണ്ഡലം. അതേപോലെ CPMനും മലയോര കർഷക മേഖലകളിൽ വളരെ സാന്നിധ്യമുള്ള ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല. ഇപ്പോൾ രണ്ടുപേരും ഈ ജില്ലയിൽ സമാസമമാണ് നിൽക്കുന്നത്. എന്നാലും ഒരു വോട്ടിൻ്റെ ലീഡ് കോൺഗ്രസിനുണ്ട്. അടുത്ത് ശ്രീ ഉമ്മൻചാണ്ടിയുടെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെയൊക്കെ ജില്ലയായ കോട്ടയത്താണ്. വാസവൻ്റെയും കൂടി ജില്ലയാണ്. കോട്ടയത്തുള്ള 9 സീറ്റുകളിൽ 6 സീറ്റും UDFനാണ് ഈ ചാനൽ മാറ്റിവെച്ചിരിക്കുന്നത്. മിച്ചം വരുന്ന 3 സീറ്റുകൾ LDFനും BJPക്ക് അക്കൗണ്ടൊന്നും തുറക്കാനുള്ള സാധ്യത ഇവിടെ കാണിക്കും. അടുത്ത് നമുക്ക് വരുന്നത് പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. ശബരിമല ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട തീർത്ഥാടന സ്ഥലങ്ങൾ ഉൾപ്പെട്ട പത്തനംതിട്ട ജില്ലയിൽ 4 സീറ്റും UDF കൊണ്ടുപോകുന്നു. 1 സീറ്റ് മാത്രം LDFന് കിട്ടുമെന്നാണ് ഈ ചാനലിൻ്റെ പ്രവചനം. ഇവിടെയും BJPക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. അടുത്ത് വരുന്നത് വിപ്ലവ ജില്ലയായ ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിലും 9 സീറ്റുകളിൽ 5 സീറ്റുകളിൽ വ്യക്തമായ മേൽക്കൈ UDFന് കാണുന്നുണ്ട്. 4 സീറ്റുകൾ LDFനും BJPക്ക് അക്കൗണ്ടൊന്നും തുറക്കാൻ സാധിക്കില്ല എന്നാണ് ഈ ചാനലിൻ്റെ വിലയിരുത്തൽ. അടുത്ത് വരുന്നത് കൊല്ലം ജില്ലയാണ്. CPMന് വളരെ നല്ല വേരോട്ടമുള്ള ഒരു ജില്ലയിൽ MP UDFൻ്റേതായത് LDF സ്ഥാനാർത്ഥിയുടെ മികവുണ്ടായിരുന്നു. മൊത്തം 11 സീറ്റുള്ള കൊല്ലത്ത് 7 സീറ്റ് നേടി LDF മുന്നിൽ വരുമെന്നും 4 സീറ്റോടെ UDF 2ാം സ്ഥാനത്ത് വരുമെന്നും BJP ഇവിടെയും സംപൂജ്യമാവും എന്നാണ് ഈ ചാനലിൻ്റെ പ്രവചനം. അടുത്ത് വരുന്നത് തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരം ജില്ലയാണ്. ഇവിടെയുള്ള 14 സീറ്റുകളിൽ കഴിഞ്ഞ തവണ 13 സീറ്റും UDF നേടിയെടുത്ത് ഇത്തവണ 8 സീറ്റുകൾ UDFനും 5 സീറ്റുകൾ LDFനും പ്രവചിക്കുമ്പോൾ BJPക്ക് സംസ്ഥാനത്ത് കിട്ടുന്ന 4ാമത്തെ സീറ്റ് തിരുവനന്തപുരത്തായിരിക്കും എന്നാണ് ഈ ചാനലിൻ്റെ പ്രവചനം. BJPക്ക് മൊത്തം 4 സീറ്റുകളും LDFന് 52 സീറ്റുകളും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFന് 84 സീറ്റുകളും കിട്ടി UDF അധികാരത്തിൽ വരും എന്നാണ് ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥ അനുസരിച്ചുള്ള പ്രവചനം. പല സംഭവങ്ങൾക്കും അനുസരിച്ച് ജനങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊരു അന്തിമ പ്രവചനമൊന്നുമല്ല, ഇതെല്ലാം ഒരു ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ്. ഇതിൻ്റെ പുറകെ നമുക്ക് സംശയിക്കേണ്ടത് LDFിൻ്റെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സർവേ ആണോ എന്നും നമുക്ക് സംശയിക്കേണ്ടതായിട്ട്. അതായത് അവരുടെ മീഡിയയുടെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം UDFന് മേൽക്കൈ കൊടുക്കുക, പിന്നെ കുറച്ച് LDFന് അടുത്തോട്ട് വരിക, ഇലക്ഷൻ അടുത്ത് വരുമ്പോഴത്തേക്ക് LDFന് മേൽക്കൈ കൊടുത്തിട്ട് ജനങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുക എന്നുള്ള ഒരു തന്ത്രവും കൂടെ CPM അല്ലെങ്കിൽ LDF പയറ്റുന്നതെന്നും കൂടെ നമുക്കിവിടെ സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം മീഡിയ മാനേജ് ചെയ്യുന്നതിനകത്ത് സൈബർ വെട്ടുകിളി സംഘം ഏറ്റവും കൂടുതലുള്ളത് CPMനാണ്. അപ്പോൾ ഇത് സൈബർ വെട്ടുകിളി സംഘത്തിൻ്റെ സർവേ ആണോ എന്ന കാര്യത്തിലും നമുക്ക് സംശയമുണ്ട്. കാരണം ശ്രീ സതീശൻ പറയുന്നത് UDFന് 100-ലധികം സീറ്റ് കിട്ടുമെന്നാണ്. ഏറ്റവും കുറഞ്ഞത് 90 സീറ്റുകളെങ്കിലും അവർ പ്രതീക്ഷിക്കുമ്പോൾ വെറും 84 സീറ്റാണ് ഈ സർവേയിൽ UDFന് പ്രവചിച്ചിരിക്കുന്നത്. ഇതൊരു സൈക്കോളജിക്കൽ വെപ്പണായിട്ട് UDFനെ തകർക്കാനുള്ള ഒരു തന്ത്രമായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുമല്ല, കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ 10ഓളം സീറ്റ് കിട്ടിയ BJPക്ക് വെറും 4 സീറ്റാണ് ഈ സർവേ പറയുന്നത്.
ഇതും വളരെ കുറഞ്ഞ ഒരു അക്കമാണ്. BJPക്ക് ഒരു 10 സീറ്റും CPMന് ഒരു 70 സീറ്റും കിട്ടും എന്നാണ് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള വിലയിരുത്തൽ. ബാക്കി 60 സീറ്റ് കൊണ്ട് UDF ഇത്തവണ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നാണ് ശ്രീ പാലോട് രവി പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നന്ദി, നമസ്കാരം.